നോട്ട് ബുക്കുകൾ പെൻസിൽ പേന വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട്, എല്ലാം സോട്ടിലുണ്ട്. വാട്ടിലേക്ക് പോകാം, വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. ബസ് സൗകര്യം നിലച്ചു. പല്ലാരിമംഗലം ബസ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബസ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് പണി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തെടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതുകൊണ്ട് സ്കൂൾ തുറന്നിട്ടും സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ കഴിഞ്ഞില്ലെന്ന് പരാതി. ഒരു പഞ്ചായത്തിലെ 60ഓളം വിദ്യാർത്ഥികളുടെ ആശാകേന്ദ്രമാണ് ഈ സ്കൂൾ. വാഹനം നിരത്തിലിറക്കുന്നിടത്തോളം കാലം രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നുവിടുകയും വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദീർഘദൂരങ്ങളിൽ നിന്നും ഓട്ടോയിൽ കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. കടുത്ത മഴക്കാലത്ത് സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് ദുരിതമായിരിക്കുകയാണ് ഇത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി സ്കൂൾ ബസ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിരത്തിലിറക്കണമെന്നും അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും CPI അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരവില്ല. 2 മാസക്കാലം നമുക്ക് ഇവിടെ വെക്കേഷൻ ഉണ്ടായിരുന്നിട്ട് സ്കൂളിൻ്റെ വാഹനം റിപ്പയർ ചെയ്യുവാനോ ടെസ്റ്റ് നടത്തുവാനോ നിരത്തിലിറക്കുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നലെ സ്കൂൾ തുറന്നിട്ട് ഇന്ന് 3-ാം തീയതിയാണ്. ഇന്ന് സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവരികയും വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, അംഗപരിമിതരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാവുള്ളൂ. അത് വളരെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആളുകളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നതെന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വാഹനമില്ല എന്ന് മാത്രമല്ല, ഒരു ഓട്ടോറിക്ഷയെ ആശ്രയിച്ചുകൊണ്ട് അവർ വിദ്യാർത്ഥികളോട് കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത അവർക്ക് വരും. ഈ ബസ് എന്ന് പണി കഴിഞ്ഞ് പുറത്തിറങ്ങും അല്ലെങ്കിൽ എന്ന് ടെസ്റ്റ് കഴിഞ്ഞ് ഇത് ഓടാറാകും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇന്നും ഭരണകർത്താക്കൾ ആരോടും പറയുന്നില്ല. ലോക്കൽ സെക്രട്ടറി MS സലിയാർ, അസിസ്റ്റന്റ് സെക്രട്ടറി AP റഹീം, OM ഹസൻ, PK മോഹനൻ, MN രമണൻ, MS ഇസ്മായിൽ, രാജശേഖരൻ നായർ, ഷാഹുൽ അമീദ്, ടോമി ആന്റണി, ദീപ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.